ഗൈസ്, നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്കൂൾ എക്സ്കർഷന് പോവുകയാണ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഹോൾ +1 ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്കർഷന് പോവുകയാണ് ഊട്ടിക്ക്. ഓക്കെ, ഒരു 2 ഡേ എക്സ്കർഷന്. അപ്പോൾ അതിൻ്റെ ഒരു അത്ര ബ്രീഫ് അല്ലെങ്കിലും ഒരു ഒരു ബ്ലോഗാണ്. ഓക്കെ, അധികം സംസാരമൊന്നുമില്ല, അധികം വീഡിയോ ഒന്നുമില്ല, ഫോട്ടോസൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു മാഡ്നസ് എൻജോയ് ചെയ്യുക. ഓക്കെ, പിന്നെ കൂട്ടത്തിൽ ഞാൻ ഒരാളെ കാണും. ഓക്കെ, ഒരു വലിയൊരു യൂട്യൂബറിനെ തന്നെ ഞാൻ കാണും. എന്നിട്ട് ആ യൂട്യൂബറിനെ കൊണ്ട് ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കും. സോ വെയിറ്റ് ആൻഡ് വാച്ച്. വീഡിയോ തയ്ച്ചു കൊടുക്കാൻ സൗരഭ്യ തന്നെ പോട്ടെ. അല്ലെ ബാഗ് എടുക്കാം, നോക്കണം, സൂക്ഷിക്കണം. ബാഗ് എടുക്കണം, ഇവിടെ വയ്ക്കാമല്ലോ. ആ സാറില്ല, അവിടെ ഇരിക്കട്ടെ, രാവിലെ എടുക്കാം. தமிழ் தெரியாதா? ஹிந்தில ഗൈസ്, അപ്പോൾ ഇതാ ഇവരാണ് നമ്മുടെ ഫ്രണ്ട്സ് ആണ്. ഹലോ, റൈഹാൻ, ആദിശങ്കർ, നന്ദൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ എക്സ്കർഷൻ്റെ പാതി വെച്ചാണ് ഞാൻ ഇൻട്രോ തന്നെ എടുക്കുന്നത്. കാരണം ഇപ്പം എല്ലാവരും പുറത്താണ്, നമ്മൾ ഡിന്നർ കഴിക്കാൻ നിൽക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബസ്സിൻ്റെ അകത്താണ്. ഓക്കെ, ഇപ്പം നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ അവർ വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിക്കും. രാവിലെ ആകുമ്പോൾ 8 മണിയാകുമ്പോൾ നമ്മൾ ഊട്ടിയിലെത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി നമുക്ക് വ്ളോഗ് എടുക്കാം. ബാക്കി നമുക്ക് നിങ്ങളെ കാണിച്ചൊക്കെ തന്നെ. ഓക്കെ ഓക്കെ, അപ്പം കുറച്ചൊരു ക്യാമറ ശരിയാണ്. ഓക്കെ, അർജുൻ എന്നാണ്, അർജുനെ. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ 2 അർജുൻ, ഒരാൾ വന്നില്ല. പിന്നെ ഇതാണ് പിന്നെ വേറൊരു ഫ്രണ്ട് ജോലടാ വ്ളോഗ്. ഹലോ ഗൈസ്, നമ്മൾ ഊട്ടിയിലോട്ട് പോവാണ്. ദിസ് ഈസ് മൈ ഫ്രണ്ട്. This is Poti. This is also my friend, the channel content creator, the greatest YouTuber of all time. Subscribe to DD Madness. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്. ഓക്കെ, അടുത്തത് ഫ്രണ്ട്. ഓക്കെ, ഫ്രണ്ട് ഞാനുണ്ട് അസാം കബീർ. മുടി മാത്രം കാണാം. എല്ലാവരും ഡാൻസ് കളിച്ചിരിക്കുകയാണ്, ഞാൻ മാത്രം കളിച്ചില്ല. ഭയങ്കര മടിയാണ്. അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ ആ ഡാൻസൊക്കെ നിർത്തി. ഇനിയിപ്പോൾ രാത്രിയായി, ഉറങ്ങാനുള്ളൊരു തത്രപ്പാടിലായി. എല്ലാവരും അങ്ങനെ ഇരിക്കുകയാണ് പാട്ടൊക്കെ കേട്ട്. ഓക്കെ, അപ്പം ഒരു 11 മണിയൊക്കെ ആയപ്പം എല്ലാവരും സംസാരമൊക്കെ നിർത്തി, ലൈറ്റൊക്കെ അണച്ച് ഉറങ്ങാൻ തുടങ്ങി. ഞാൻ ഉറങ്ങിയില്ല, എനിക്ക് ഉറക്കം വന്നില്ല. എന്തോ ആ സീറ്റ് കാരണമാണോ എന്തോ എനിക്ക് ഉറക്കം അങ്ങോട്ടങ്ങ് വന്നില്ല, സുഖം തോന്നിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു 12:03 ഓക്കെ, നമ്മളെല്ലാവരും ഉറങ്ങിയാണ്. എനിക്ക് അത്ര ഉറക്കം തന്നില്ല. അപ്പോൾ നാളെ രാവിലെ ഊട്ടി എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഓക്കെ, 6 മണിയായി. ഞാൻ എൻ്റെ ഫ്രണ്ടൊക്കെ ഉണർന്നിരിക്കുകയാണ്. അവനെ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ കാണിച്ചിട്ടുണ്ട്. അവൻ അവിടെയൊക്കെ തന്നെ ഉണ്ട്. എൻ്റെ വേറൊരു ഫ്രണ്ട് അവിടെ കിടന്ന് സുഖം ഉറക്കം. നമ്മൾ തമിഴ്നാട് ഇപ്പോൾ ഊട്ടി എത്തും. ഇപ്പോൾ കുറച്ചൊരു അരമണിക്കൂറിൽ എത്തും.
ഇതാണ് ഗൈസ് നമ്മുടെ റൂമിലുള്ള വ്യൂ. ഓക്കെ, നമ്മുടെ റൂമിലുള്ള വ്യൂ ഇതാണ്. അപ്പോൾ നമ്മൾ ചെന്ന് കയറിയതേ ഉള്ളൂ. ഇപ്പം നമ്മളിത് ഫ്രഷ് അപ്പ് ആയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി സ്വെറ്ററൊക്കെ ഇട്ട് സെറ്റ് ആവും. ഞാൻ റെഡിയായി ഊട്ടി എക്സ്പ്ലോർ ചെയ്യാൻ. ഫുൾ പാൻറ്, ഹാൻഡ് ബാഗ്, ഭയങ്കര തണുപ്പ്. വായിന്നൊക്കെ പുക പറഞ്ഞു. നമ്മൾ പുകയൊക്കെ വരുത്തി. പിന്നെ ഗ്ലൗസ് കൊണ്ടിട്ട് തെറ്റേ പോകും. മരവിക്കുന്നുണ്ട് കൈയൊക്കെ, ഫ്രോസ്റ്റ് ബൈറ്റൊക്കെ ആവുന്നു. പിന്നെ ഇത് കണ്ട ഒരു കൊരങ്ങൻ ബൈക്കിന്റെ അടുത്തൂടെ അടുത്ത ബൈക്ക് അങ്ങനെ ചാടി ചാടി ബാഗൊക്കെ സിബൊക്കെ കൈ കൊണ്ട് തുറന്ന് അകത്ത് നിന്നൊക്കെ എടുക്കുന്നത്. എനിക്കപ്പോൾ ഓർമ്മ വന്ന GTA 5 ആണ്. മറ്റേ ബോട്ടിക്കണ പോലെ കൊരങ്ങൻ GTA 5 കളിക്കുകയാണ്. ഓക്കെ, നമ്മളെല്ലാവരും അതാണ് നോക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഓരോ ബൈക്കിന്റെ ചാടിയിട്ട് ബാഗ് തുറന്ന് നോക്കും, അവിടുത്തെ ചാടും. അങ്ങനെ ഫൈനലി ആ മോമെന്റ് ഞാൻ അർജുൻ MP കണ്ടു. നമ്മൾ സെൽഫി ഒക്കെ എടുത്ത് പിന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ അവരെ പറഞ്ഞു. കേസ് നോക്കണേ ചേട്ടാ, എനിക്കൊരു ചാനലുണ്ട് DD Madness Media എന്ന് പറഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ. സബ്സ്ക്രൈബ് ചെയ്യട്ടെ എൻ്റെ ചാനലിനകത്ത്. താങ്ക് യു. ഇല്ല ക്ലാസ് ഇപ്പൊ ഞാൻ ഫേമസ് ആവും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ സാർ ചേട്ടൻ ഇവിടെ എന്ത് പറഞ്ഞാലോ വിശ്വസിക്കാൻ പറ്റുള്ള എന്നില്ല. ഞാൻ പറഞ്ഞു എന്റെ അമ്മോ എന്നെ കൂടെ വരച്ചോണ്ട് പോയാണ്. വല്ലതും പറ്റാ നീ എന്നെ കൊണ്ടുപോടാ പോണ്. രാവിലെ ഇറങ്ങി പോവാ. രാവിലെ ഇറങ്ങി പോവാ. ഫുൾ ബ്ലോഗാണോ? അതെ, അർജുൻ MP സെൽഫി എടുത്തടാ. ഞാൻ സെൽഫി എടുത്ത് ഞാൻ ഒറ്റക്ക് എടുത്ത് വാ നീ പതുക്കെ. കാലത്ത് നേരെ കുളത്തിലാണ്. ചാൻസ് കുറവായിരിക്കണം. കൊള്ളരുതാ കൊള്ളരുന്ന പിന്നെ ഇത് കണ്ട, ഇതാണ് നമ്മുടെ ടീ ഫാക്ടറി. അകത്ത് ഇപ്പം ചായനൊക്കെ കുറിച്ച് കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഫ്രെയിംസ് ഉള്ള ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ നോക്കിയപ്പോൾ ലൈനായിട്ട് പോവുകയാണ്. ഓക്കെ, ഞാൻ വ്ളോഗ് അടയ്ക്കുകയായിരുന്നു. ഓക്കെ, നമ്മൾ ടീ ഫാക്ടറി കയറിയാണ്. ആ ടീ ഫാക്ടറി എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഒരു റിയൽ ഫാക്ടറി തന്നെയാണ്. ഞാൻ പറയേണ്ട കാര്യമില്ല. അതൊക്കെണ്ട ആ ടീ ചായയുടെ ഇല, എന്തൊരു ഇല എന്ന് പറഞ്ഞുകൂടാ, സോറി നോളജ് കുറവാണ്. അത് പ്രോസസ്സ് ചെയ്ത് തേയിലയാക്കിയിട്ട് പിന്നെ അതിനെ പാക്കറ്റിലിട്ട് പാക്കറ്റായിട്ട് മുറിച്ച് നമ്മൾ ഫാക്ടറി കാണുന്ന ഇതാണ് ആ പ്രോസസ്സ്. നടന്ന് പോകും ഭയങ്കര മൂക്കരിച്ചിലായിരുന്നു. ഓക്കെ, ആ തേയിലയുടെ ഭയങ്കര മൂക്കരിച്ചിലായിരുന്നു. ശ്വാസം വരെ മുട്ടിപ്പോയി, മൂക്കരിച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അത് പ്രോസസ്സ് ചെയ്യണ കണ്ട് നടന്ന് പോയായിരുന്നു. ഓക്കെ, പിന്നെ അവസാനത്തെ പ്രോസസ്സ് തന്നെ നമ്മൾ കണ്ടു. ആ ചായയുടെ അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ എന്തോന്നും അവിടെ വെച്ചാണ് നമ്മൾ പാക്കറ്റ് എല്ലാം മുറിഞ്ഞ് ഓരോരോ പാക്കറ്റായി വരണത്. ഓക്കെ, നമ്മൾ പോവുകയാണ്. ഓക്കെ, കണ്ട അത് കണ്ട അവിടെയാണ് വെച്ച് നമ്മൾ പാക്കറ്റൊക്കെ ഇതാവണത്. പിന്നെ അവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നിന്ന് ചായ അടിപൊളിയായിരുന്നു.
അർജുനോടെ പിന്നെ അങ്ങനെ നമ്മൾ ബൊട്ടാനിക്കൽ ഗാർഡൻ ഒക്കെ കണ്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് രാത്രി വീട്ടിൽ നിന്നിട്ട് ഇന്നതൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ഓക്കെ, നമ്മൾ 5 പേരാണ് കിടന്നുറങ്ങിയത്. ഓക്കെ, അങ്ങനെ രാവിലെ എണീച്ച് ചെക്കൗട്ടാണ്. ഓക്കെ, തിരിച്ച് വീട്ടിൽ വരെയാണ്. ഓക്കെ,